മൈ വേ ബൈ കല്യാണി. സി, തുടക്കത്തിലെ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ പല ആളുകളും ഈ ഒരു കല്യാണി എന്ന് പറയുന്ന പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന കോൺട്രവേഴ്സികളിൽ സംസാരിക്കുന്നത് കേട്ട് കാണും. തികച്ചും എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഡിഫറൻ്റ് ആണ്. പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു, അത് വേറൊന്നുമല്ല. ഈ പൈസ മേടിച്ചിട്ട് ക്രീമുകൾ പ്രൊമോട്ട് ചെയ്യുന്നവരെ ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കത്തില്ല. അത് കല്യാണി എന്നല്ല, ആരുമായിക്കോട്ടെ പ്രോത്സാഹിപ്പിക്കില്ല. അത് വേറൊന്നും കൊണ്ടല്ല. ഇന്ന് വന്നിട്ട് ഒരു ക്രീം നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ നോക്കൂ, ഹായ് സൂപ്പർ, എൻ്റെ സ്കിന്നൊക്കെ ബ്രൈറ്റ് ആവുന്നു, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് എന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്യും. ഇവരുടെ ഈ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾ ഇവർ വീഡിയോയിൽ ടാഗ് ചെയ്തിരിക്കുന്ന ആ പ്രൊഡക്റ്റ് പോയി മേടിക്കും, തേക്കും. ഒരാഴ്ച അങ്ങോട്ട് കഴിയട്ടെ, അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് ഇവർ വേറൊരു ക്രീം കൊണ്ടുവരും. ഹായ് കൂട്ടുകാരെ, ഇത് നോക്കൂ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഇതാണ് തേക്കുന്നത്, എന്ത് ബ്രൈറ്റ് ആണ് എൻ്റെ ഫേസ് എന്നും പറഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഒരു പ്രൊഡക്റ്റ് എത്തിക്കും. നിങ്ങൾ ഇവരെ വിശ്വസിക്കും, കാരണം സ്ഥിരം കാണുന്നതാണല്ലോ ഇവരുടെയൊക്കെ വീഡിയോസ്. അപ്പോൾ ഇവരുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആവുന്നു, അപ്പോൾ ഈ പറയുന്ന സാധനങ്ങളെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് തേക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ കുറച്ച് ആളുകൾ പോയി ഇതിനകത്ത് വിശ്വസിച്ച് ഈ സാധനം മേടിച്ച് തേക്കും. അതായത് ഇതുപോലുള്ള ചില ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ബ്യൂട്ടി ബ്ലോഗേഴ്സ്, അങ്ങനെ വേണമെങ്കിൽ പറയാം, ബ്യൂട്ടി ബ്ലോഗേഴ്സ്. കാരണം പല ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചുണങ്ങും ചൊറിയും ഒക്കെ വരുവടേ. ഇത് പലതവണ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഇവരൊക്കെ ഈ കാണിക്കുന്ന പ്രൊഡക്റ്റുകൾ മേടിച്ച് തേക്കല്ലേ എന്ന്. പക്ഷെ നമ്മളെക്കാട്ടിലും വിശ്വാസമാണല്ലോ ഇതുപോലുള്ള ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിനെ. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് നിങ്ങൾ കേൾക്കും. ആ ഒരൊറ്റ റീസണും കൊണ്ട് ഈ ബ്യൂട്ടി വ്ളോഗേഴ്സിനെ എനിക്ക് വലിയ താല്പര്യമില്ല. ഓക്കെ, തുടക്കത്തിലെ ഞാനത് പറഞ്ഞു വെക്കുക. ഇനി ഈ ഒരു പെൺകുട്ടിയുടെ വിഷയം, കല്യാണി. കല്യാണിയുടെ ലേറ്റസ്റ്റ് വീഡിയോ നമ്മളെല്ലാവരും, ആ പെൺകുട്ടി തന്നെ അവളുടെ വീഡിയോയിൽ പറയുന്നത് പോലെ, എല്ലാവരും കുറേ ആയിട്ട് ഇങ്ങനെ ഉറ്റുനോക്കി ഇരിക്കുകയായിരുന്നു. എവിടെ കല്യാണിയുടെ വീഡിയോ, എന്തൊക്കെ ഇപ്പം പറയുമെന്നുള്ളത്. വീഡിയോ വന്നു, അവൾ കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. വിഷയം നിങ്ങൾക്കൊക്കെ അറിയാലോ അല്ലേ. പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് റീലിൽ ഒരു കാര്യം പറഞ്ഞു. അതായത് ഇവളുടെ മുഖത്ത് എന്തൊക്കെയോ പാട്, അതിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി, ഹോസ്പിറ്റലുകാർ അവരെ പിഴിഞ്ഞു, അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലുമായിട്ട് വീണ്ടും വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. അതിനുശേഷം ആ ഹോസ്പിറ്റൽ ഏതാണെന്ന് കമന്റ് ബോക്സിൽ ഒരാൾ കമന്റ് ഇട്ടപ്പോൾ അതേ എന്നൊക്കെ ഈ പെൺകുട്ടി പറയുന്നു. പിന്നെ ആ ഹോസ്പിറ്റലുകാർ അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ പല യൂട്യൂബേഴ്സിനെ കോൺടാക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ഇന്നലെ ഈ ഒരു പെൺകുട്ടി കല്യാണി വന്നിട്ട് അവളുടെ ഒരു ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലുകാരും കേസ് കൊടുത്തു, കല്യാണി എന്ന് പറയുന്ന പെൺകുട്ടിയും കേസ് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ എങ്ങും എത്താനൊന്നും പോകുന്നില്ല. 2-3 ദിവസം അത് കഴിയുമ്പോൾ ഇതൊക്കെ ഒതുങ്ങി പോകും. കുറച്ച് കാശും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, ഹോസ്പിറ്റലുകാർ കൊടുത്തു കഴിഞ്ഞാൽ അവൾ മിണ്ടാതിരിക്കും. അതൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. വാട്ട് എവർ. ഞാനൊരു കാര്യം പറയാം. പുതിയ വീഡിയോയിൽ ആ പെൺകുട്ടി പറയുന്നത് കേട്ടു, പാരമ്പര്യമായിട്ട് അവൾക്കുള്ള എന്തോ ഒരു മുഖത്തൊക്കെ വരുന്ന പാട്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ടാണ് പോയത്, അല്ലാതെ ക്രീമുകൾ തേച്ചിട്ടുള്ളത് കൊണ്ടല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം പാരമ്പര്യമായിട്ടുള്ളതാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പം പാരമ്പര്യമായിട്ടുള്ളതല്ല, ക്രീം തേച്ചിട്ടാണെങ്കിലും അത് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. കാരണം നല്ല ചുള മേടിച്ചിട്ടായിരിക്കുമല്ലോ പ്രൊമോഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ക്രീമിനെതിരെ എന്തായാലും എനിക്ക് തോന്നുന്നില്ല സംസാരിക്കുമെന്ന്. വോട്ടെവർ അവൾ പറയുന്നത് ചിലപ്പം സത്യമായേക്കാം. എന്തായാലും ആ പെൺകുട്ടി ഇന്നലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടു. നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് വെച്ച് സംസാരിക്കാം. ഓക്കെ, ഞാനിത് പറയാൻ കാരണം, ഈ ഹോസ്പിറ്റലുകാരുടെ ഭാഗത്ത് സത്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. കല്യാണി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഭാഗത്തും സത്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവരൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കുന്നു. നമ്മളാരും അവിടെ ആ ഒരു സ്പോട്ടിൽ ഇല്ലായിരുന്നു. പിടികിട്ടിയില്ലേ? ഇവരെല്ലാവരും പറയുന്നുണ്ട്. ഇപ്പം ഈ പെൺകുട്ടിയാണെങ്കിലും പറയുന്നു അവൾക്ക് ബില്ല് കൊടുത്തിട്ടില്ല, അതിൻ്റെ പേരിലാണ് അവർ ചോദിക്കുന്നത്, ബില്ല് ചോദിക്കുമ്പോൾ അവർ തരുന്നില്ല എന്നൊക്കെ പറയുന്നു. സത്യമായിരിക്കാം, ബില്ല് കൊടുത്ത് കാണത്തില്ല. 6 നമ്പറുള്ള തുകയാണ് അവൾ കെട്ടിവെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നത് ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയുന്നുണ്ട്. മോളെ, നീ പ്രൊമോഷനൊക്കെ നടത്തിയോണ്ടല്ലേ നിനക്ക് ഇത്രയും കാശുള്ളത്, അല്ലാതൊന്നും അല്ലല്ലോ. അത് ഞാനൊന്ന് ചോദിക്കുക, അത് വേറൊന്നും കൊണ്ടല്ല. ഈ എന്തോരം ക്രീമുകളാണ് നീ ഇന്ന് ഇത് കൊള്ളാം, മറ്റേത് കൊള്ളാം, മറിച്ച കൊള്ളാം എന്ന് പറഞ്ഞു ഒരു മാസം തന്നെ ചെയ്യുന്നത്. ഇതെല്ലാം നീ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുവാണോ? എന്നിട്ട് നാട്ടുകാരതൊക്കെ ഉപയോഗിക്കട്ടെ അല്ലേ? എന്നിട്ട് അതിൻ്റെ പേരിൽ ഇനി എന്തെങ്കിലും വന്നാലും നാട്ടുകാർക്ക് പോയി പിടികിട്ടിയോ? കൊച്ചിൻ്റെ കാശുണ്ട് അവൾക്കിപ്പം. പാരമ്പര്യമായിട്ട് വന്നതാണെങ്കിലും ശരി, പാരമ്പര്യമായിട്ടുള്ളതല്ല, ക്രീം തേച്ചിട്ട് വന്നതല്ലെങ്കിലും ശരി, കൊണ്ട് ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള കാശ് കൊച്ചിൻ്റെ ഉണ്ട്. നമ്മുടെ ആരുടെയും ഇതില്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കണം. ഈ ഓരോന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് വാരി പൊത്താൻ നിൽക്കരുത്. എന്താണെങ്കിലും കല്യാണം പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ കറങ്ങിത്തിരിഞ്ഞ് നടപ്പുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിലും ക്ലിക്ക് ചെയ്യുക. ഇനി കല്യാണി പറയുന്ന കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് കേട്ട് തുടങ്ങാം.
വീഡിയോ ആണ്. ഇത്രയും താമസിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീഗലായിട്ട് മൂവ് ചെയ്തല്ലോ. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങളോട് പറയാം, കാണിക്കാം എന്നതിന് ഒരു ക്ലാരിറ്റി എനിക്ക് വേണമായിരുന്നു. അപ്പോൾ അതിന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് തിരക്കും ബഹളമൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലീഗലായിട്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ നിങ്ങളോട് എന്തൊക്കെ കാണിക്കാൻ പറയാം എന്നുള്ള കാര്യങ്ങളുടെ ഒരു അറിവില്ലായിരുന്നു. അതൊക്കെ അറിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അടുക്ക് വന്ന് പറയാമല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയത് എന്നൊക്കെയാണ് കുട്ടി പറയുന്നത്. മോളെ, ഈ യൂട്യൂബ് കൊണ്ട്, അതായത് യൂട്യൂബ് ചാനലും കൊണ്ട് നാട്ടുകാരുടെ ഫ്രണ്ടിലേക്ക് കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ പറയാൻ ഇറങ്ങുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് ഈ ലൈഫ് സ്റ്റൈൽ, സ്വന്തം വീട്ടിലെ കാര്യങ്ങളാണല്ലോ കാണിക്കുന്നത്. സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ക്രീം, ഇതൊക്കെ നാട്ടുകാരെ കാണിച്ച് കാശുണ്ടാക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് അറിഞ്ഞു വെക്കുക. അല്ലാതെ ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പോഴല്ല ഇതൊക്കെ അറിഞ്ഞു വെക്കേണ്ടത്, നേരത്തെ അറിഞ്ഞു വെക്കണം. ഇനി ഞാൻ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ ചെയ്തു, ആ പ്രൊഡക്റ്റ് ഒക്കെ സെല് ചെയ്യാൻ, അതായത് പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്നതിന് മുമ്പേ അറിയണം. ഇനിയിപ്പോൾ എന്തെങ്കിലും ഞാൻ അങ്ങനെയാണെങ്കിൽ, ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഞാനിങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്നു, ഈ പ്രൊമോഷൻ കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും എനിക്ക് ഈ വലിച്ചു വാരി തേക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, അതൊരു ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ ഇനി അടുത്ത എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ എനിക്ക് പറയാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ നേരത്തെ ചിന്തിക്കണം മോളെ. കിട്ടുമ്പോൾ മറ്റേ ഇങ്ങനെ ചുള ഇങ്ങനെ വാരി എടുക്കുന്നത് മാത്രമല്ല, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഒന്ന് അറിഞ്ഞു വെക്കുക. പിടികിട്ടിയോ? ഇപ്പോഴും ഞാൻ പറയുന്നു, ഈ പാരമ്പര്യമായി അതൊക്കെ പറയുന്നുണ്ട് ഈ കുട്ടി. ഞാനതാണ് വീണ്ടും അത് പറയുന്നത്. പാരമ്പര്യമായി കിട്ടിയ എന്തോ പ്രശ്നമാണെന്നൊക്കെ അങ്ങോട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ തള്ളിക്കളയുന്നുമില്ല. ചിലപ്പോൾ നീ പറയുന്നത് ശരിയായേക്കാം. വോട്ടവർ, നമുക്ക് ബാക്കി കേൾക്കാം. നമ്മളൊരു കാര്യം രണ്ട് വശവും കേൾക്കാതെ എന്തുകൊണ്ടാണ് ഇതുപോലെ എല്ലാവരും റിയാക്ട് ചെയ്യുന്നേ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു ലോങ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാമെന്ന്. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDS ഉം MBBS ഉം പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഒരു കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെ ഒക്കെ, അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് ഇത്രയും വലിയൊരു സ്ഥാപനത്തിനെതിരെ നമ്മൾ നിൽക്കുമ്പോൾ അതിന്റെ വരുംവരായികകളും കാര്യങ്ങളും എല്ലാം ചിന്തിച്ചിട്ടും അറിഞ്ഞിട്ടും തന്നെയാണ് അത്രയും സത്യസന്ധമായിട്ട് അങ്ങനെ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ പരാതി കൊടുത്തേക്കുന്നത് നമ്മൾ പരാതി കൊടുത്തേക്കുന്ന ഡേറ്റ് മുകളിൽ എഴുതിയിട്ടുണ്ട്. 1/6/2026 നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അന്നാണ് നമ്മൾ ക്ലിനിക്കിൽ പോയത്. അതായത് നമ്മുടെ ഫയലും ബില്ലും ചോദിച്ചുകൊണ്ട്, ട്രീറ്റ്മെന്റിന്റെ ഫയലും ബില്ലും ചോദിച്ചുകൊണ്ട്. അപ്പോൾ അത് അവർ തരുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്തത്. ഉച്ചയ്ക്ക് നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അവർ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത് 1/6/2026 തന്നെയാണ്, അന്ന് തന്നെയാണ്. പക്ഷേ ഇവർ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത്. അതായത് നമുക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഈ പറയുന്ന പോലെ 2-ാം തീയതിയാണ് നമ്മളെ വിളിപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2 കൂട്ടരും അവിടെ എത്തുന്നത്. ഓക്കെ, അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവർ അതായത് എഴുതി ഒപ്പിട്ട് കൊടുത്തു. അതായത് എൻ്റെ ബില്ലും കാര്യങ്ങളും എല്ലാം അവർ തരാം, അതായത് ഡേറ്റ് എഴുതിയിട്ടുണ്ട് 3/6/2026 തരാം എന്നുള്ള രീതിയിൽ അവർ ഡേറ്റ് വരെ എഴുതിയിട്ട് അതിൻ്റെ CV ഒപ്പിട്ടിട്ടുണ്ട്. അപ്പുറത്ത് ഞാനും ഒപ്പിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അത് നടന്നത് അവിടെ. അതായത് 3-ാം തീയതിക്ക് മുൻപേ എൻ്റെ ബില്ലും എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ റെക്കോർഡും ഹാർഡ് കോപ്പി ആയിട്ട് തരണം എന്നുള്ള രീതിയിൽ ഒപ്പിട്ടിട്ടാണ് അവർ പോയത്. അപ്പോൾ അതിനർത്ഥം എനിക്ക് ആ ടൈമിലും ബില്ല് തന്നിട്ടില്ല എന്ന് തന്നെയല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പറയും. ഓക്കെ, ആലോചിച്ചിട്ട് പറയാനൊന്നുമില്ല. അത് ആർക്കാണെങ്കിലും ചെറുതായിട്ടൊന്ന് ചിന്തിച്ചാൽ പെട്ടെന്ന് തന്നെ പിടികിട്ടും. ഹോസ്പിറ്റലുകാരോടാണ് ചോദ്യം. എന്തുകൊണ്ട് ആ പെൺകുട്ടിക്ക്, കല്യാണി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് നിങ്ങൾ ബില്ല് കൊടുത്തില്ല? പോലീസ് സ്റ്റേഷനിൽ പോലും നിങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്തു, 3-ാം തീയതി കൊടുത്തേക്കാം, ഇതുവരെ കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട്? ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് ഒരു പെൺകുട്ടി വന്ന് വോയിസ് കൊടുക്കുന്നുണ്ട് യൂട്യൂബേഴ്സിന്. ഡോക്ടർ കഴിഞ്ഞ ദിവസം ഒരു ചാനലിനോട് സംസാരിക്കുന്നത് കേട്ടു. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ നിങ്ങളുടെ സൈഡ് പറയുന്നുണ്ട്. ഈ പെൺകുട്ടി എന്തോ പ്രൊമോഷൻ ചോദിച്ചു, അങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ചോദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും വലിച്ചു കീറിയതാ. ഓക്കെ, ഞാൻ വലിച്ചു, ഉറപ്പായിട്ടും കീറാതിരിക്കുമോ? ഇങ്ങനൊരു സാധനം കേട്ട് കഴിഞ്ഞാൽ കീറിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ചോദ്യം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ആ പെൺകുട്ടി വ്യക്തമായിട്ടത് പറയുന്നു. നിങ്ങൾ എഴുതി കൊടുത്തത് വരെ, പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്തത് പോലും അവൾ കാണിക്കുന്നു. 3-ാം തീയതി ബില്ല് കൊടുക്കാന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ബില്ല് കൊടുത്തില്ല? എന്തുകൊണ്ട് കൊടുത്തില്ല? അല്ല, ഇത് ചോദിക്കണം, ചോദിച്ചേ പറ്റുള്ളൂ. അല്ലാതെ എപ്പോഴും ചുമ്മാ പെണ്ണിനെ മാത്രം അങ്ങോട്ട് നമ്മൾ കല്ലെറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അല്ലേ? നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിഗ് ചെയ്യുമ്പോഴത്തേക്ക് ഇതും കൂടെയൊക്കെ നോക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്തുകൊണ്ട് ബില്ല് കൊടുക്കുന്നില്ല? വൈ? ബാക്കി കേൾക്കാം. അത് അങ്ങനല്ലല്ലോ. ഞാൻ ഒരു ഷോപ്പിൽ റിലയൻസിന്റെ ജിയോ മാർക്കറ്റ് മേടിച്ചിട്ട് ഞാൻ മുംബൈയിലാണ് റിലയൻസിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ പോയി ബില്ല് മേടിക്കാൻ പറ്റും.
അത് ഇവിടെ പൈസ ഇവിടെ ബില്ല് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനല്ലേ സ്ഥാപനം റൺ ചെയ്ത് പോകുന്നത്. വേറെ വേറെ അല്ല പഴയതിലേക്ക് പോകണം. ഫയൽ ഇവിടെ ഉണ്ടോ? ഞാൻ ആലോചിക്കട്ടെ, ഈ ഫയൽ തരാനും ബില്ല് തരാനും എല്ലാം കേട്ടോ കേട്ടോ എല്ലാം വേണം. ഇത്രയും ഡിലേ ആക്കിയത്. അപ്പൊ ഇതിനകത്ത് കള്ളത്തരമില്ലെങ്കിൽ ഞാൻ ഇത്രയും ചോദ്യമുള്ളൂ. കള്ളത്തരമില്ലെങ്കിൽ ഇന്ന ബില്ല് എന്ന് പറഞ്ഞ് എനിക്ക് തരാമല്ലോ. കേട്ടോ ഇത്രയും ബില്ല് ഇത്രയും മതി അങ്ങനെ മതി. അപ്പൊ ബില്ലുമില്ല ഫയലുമില്ല. അപ്പോൾ വീഡിയോയിൽ പറയുന്നത് നമ്മൾ മെറ്റാ ഗ്ലാസ് വെച്ച് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, ബഹളം വെച്ചു, ആകെ അവിടെ ഇങ്ങനെ കച്ചറയാക്കി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഇതെന്താ സംഗതി എന്നറിയോ? ഞാൻ പറഞ്ഞല്ലോ, ആ പെൺകുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ അവർ ഒരു യൂട്യൂബ് ചാനലിനെ കോൺടാക്ട് ചെയ്ത് അവിടുത്തെ CCTV കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. സോ അതിൻ്റെ വിഷ്വൽസ് ആണ് നിങ്ങൾ കാണൂ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. അവർ നേരത്തെ കാണിച്ചത് അവരെടുത്ത വീഡിയോ ക്ലിപ്പുകളാണ്. ഓക്കെ, കല്യാണിയൊക്കെ എടുത്തത്. ഇത് ആ പയ്യൻ്റെ ചാനലിൽ വന്നതാണ്. നിങ്ങളിത് കാണുക. നമ്മൾ മാന്യമായിട്ട് അവിടുന്ന് നിങ്ങൾ കേസിൽ പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മാന്യമായിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി ഒട്ടനെ തന്നെ കേസ് കൊടുക്കുകയാണ് ചെയ്തത്. ഒട്ടനെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ കൊല്ലത്തോട്ട് പോവുകയാണ് ചെയ്തത്. I was not in Trivandrum on 1 May because 30 May 30 ശനിയാഴ്ചയായിരുന്നു ഞാൻ തിരുവനന്തപുരത്ത് ഇവരെ കണ്ടത്. ഇതെന്താ സംഗതി എന്ന് മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ലോ, ഒരു യൂട്യൂബ് ചാനലിനെ അവിടുത്തെ ഡോക്ടർ കോൺടാക്ട് ചെയ്ത് അവർ പറയുന്ന കാര്യങ്ങളാണ്, കേൾപ്പിക്കാം. അതിനു മുമ്പ് എൻ്റെ ഒരു സംശയം, കേസ് കൊടുത്തു, ഒരു ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ നിന്ന്, ഒരു ക്ലിനിക്കിൻ്റെ സൈഡിൽ നിന്നൊരു കേസ് കൊടുത്തു. എന്നിട്ട് അവിടുത്തെ ഡോക്ടർ ഒരു യൂട്യൂബ് ചാനലിനെ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ പറയുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ CCTV വിഷ്വൽസ് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്കും ക്വാളിറ്റി ഇല്ലേ ആ ഒരു ക്ലിനിക്കിന്? ഇല്ല. കേസ് അത് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് നിങ്ങളെ ഈ ഒരു സ്ഥാപനത്തിനെ പബ്ലിക്കായിട്ട് ഇവള് കളിയാക്കുമോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ ഇറങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓക്കെ, മനസ്സിലാക്കാം. പക്ഷെ ഇത് കേസിലിരിക്കുമ്പോൾ അങ്ങനെ പോകുന്നത് എന്തോ എനിക്കൊരു സംശയം. അതുകൊണ്ട് മാത്രം ഞാൻ ചോദിച്ചതേ ഉള്ളൂ. എന്തായാലും നിങ്ങളിത് കേൾക്കുക. ഞാൻ കൊച്ചിക്കാരത്തെയാണ്. ഐ ക്യാൻ പ്രൊവൈഡ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഡീറ്റെയിൽസ്, എന്റെ അപ്പോയിന്റ്മെന്റ് ഡേറ്റ്സ്, അവരെ അപ്പോയിന്റ്മെന്റ് കൺഫർമേഷൻ എടുത്തിരിക്കുന്നത് കസ്റ്റമർ കെയറിൽ May 30 ഹസ്ബൻഡ് വൈഫ് വന്നതിന്റെ കൺഫർമേഷൻ ആദ്യം. രണ്ടാമത്തത് എന്തായിരുന്നു? 1 അവർ എന്താ പറയുക റെസീപ്റ്റ് കിട്ടി എന്നുള്ളത്. 1 തിങ്കളാഴ്ച ഞാൻ ക്ലിനിക്കിൽ ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ മെറ്റർ ക്ലാസ് ഞാനില്ലല്ലോ, അത് കാണുന്നില്ലല്ലോ. അതെന്താ? അവർ ആദ്യം ഷൂട്ട് ചെയ്ത മെറ്റർ ക്ലാസ്സിന് ഷൂട്ട് ചെയ്ത് അവരെ May 30 തൊട്ട് 1 ജൂൺ തിങ്കളാഴ്ച ഞാൻ ദുബായിലായിരുന്നു. ദുബായിലുള്ള സമയത്തായിരുന്നു ഇതെല്ലാം ക്ലിനിക്കിൽ വീണ്ടും വന്നു അവർ പ്രശ്നം ഉണ്ടാക്കിയത്. ആ മെറ്റർ ക്ലാസ് പറയുന്ന ഒരു കാര്യം എന്താ? ബില്ല് ചോദിച്ചിട്ട് തന്നില്ല എന്നുള്ളത്. അത് 30 വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. അവരെപ്പോൾ പോകുമ്പോഴും ഒരു ഹാർഡ് കോപ്പി അവർ ബില്ലിൽ അവർ എന്താ പറയുക കവറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ ഹസ്ബൻഡ് ചോദിക്കും ഈ വാട്സാപ്പ് വഴി കൂടി ഷെയർ ചെയ്യും. ചില സമയത്ത് അതും ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് വന്ന് ഒച്ചുണ്ടാക്കിയ മെറ്റർ ക്ലാസിന്റെ ഡിസ്ക്രിപ്ഷൻ മെറ്റർ തന്നിരിക്കുന്ന വീഡിയോ ഫുട്ടേജിന്റെ ഡിസ്ക്രിപ്ഷൻ എന്താ? ഈ പറഞ്ഞവർ ബില്ല് എവിടെ അത് ഞാനാണ് എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നു. 8 മാസം മുന്നേ വരെയുള്ള ബില്ലുകൾ ഞങ്ങളുടെ കൊച്ചി കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് റിലീസ് ചെയ്യാം. ഈ മാസത്തോളം ഞങ്ങൾക്ക് തരാം. അത് തന്നെയാണ് May 30 1 അവർ വന്നപ്പോൾ ഞങ്ങൾക്ക് അതേ എക്സ്പ്ലനേഷൻ തന്നെയായിരുന്നു. ആൻഡ് വി ഹാവ് റിലീസ്ഡ് ഇറ്റ്. കല്യാണി പറയുന്നത് വെച്ചാൽ ഡോക്ടർ ആക്ച്വലി ലക്ഷങ്ങളായിട്ടുണ്ട്, ബട്ട് ഇതിന്റെ ഹാഫ് എമൗണ്ടിന്റെ മാത്രം ബില്ല് പറയാൻ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് ക്ലെയിം ചെയ്യുന്നത്. ബില്ലുകളെല്ലാം അയച്ചു തരാമെന്നത് നിങ്ങൾ ഇമെയിലോ അയച്ചു തരൂ എന്നുള്ളത് കസ്റ്റമർ കെയർ അയച്ചിരുന്ന മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടാണ്. ബിക്കോസ് വി വോണ്ട് ഇറ്റ് നൗ. കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് ഒരു ക്ലയന്റിന് ബില്ല് വേണം എന്ന് പറയുമെങ്കിൽ ബില്ല് ഏത് ഇമെയിലോട്ടാണ് അയച്ചു തരണ്ടേ എന്ന് ചോദിച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ട്. ആൻഡ് ഷീസ് നോട്ട് റെസ്പോണ്ടഡ്. And then we have sent a registered post to her saying that we have already given you all the bills. Despite the fact you still want all the bills, you let me know if there is a specific date section or you're looking at the entire bills again. We can send it to you. That is the reply that you sent. She has not responded. And then the next thing, hard copy. No, hard copy is an internal property. Digital copy can be sent to all of them. And the registered person reply in there.
മുടക്കിയേക്കുന്നത് ഒരു 6 അക്ക സംഖ്യയാണ്. അത് നല്ല വലിയൊരു 6 അക്ക സംഖ്യയാണ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഫുൾ പ്രൂഫ്, അതായത് ഗൂഗിൾ പേന്ന് മാത്രമേ ഞാൻ പേ ചെയ്തിട്ടുള്ളൂ. 6 അക്ക സംഖ്യയാണ് എൻ്റെ കയ്യിൽ നിന്ന് ആയിട്ടുള്ളത്. അതിന്റെ പേയ്മെന്റ്, അതിന്റെ ഹിസ്റ്ററി, അതായത് അവരോട് ബില്ല് ചോദിച്ചപ്പോൾ അവർ തന്നേക്കുന്നത് അതിന്റെ പകുതിയുടെ പൈസയാണ് തന്നേക്കുന്നത് ബില്ല്. ബാക്കി പൈസ എവിടെ പോയി? ബാക്കി എന്തുകൊണ്ട് അവർ ബില്ല് ചെയ്ത് എനിക്ക് ബില്ല് തരുന്നില്ല? പക്ഷെ അവർ അയച്ചേക്കുന്ന ബില്ലെന്ന് വെച്ചാൽ ഞാൻ ബില്ല് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബില്ല് ഇതാ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ വാദിക്കുന്ന പോലെ എനിക്ക് ബില്ല് ഫുള്ള് തന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്കിങ്ങനെ ബൾക്കായിട്ട് ബില്ല് അയക്കണ്ടല്ലോ. അപ്പോൾ ബില്ല് ഇങ്ങനെ തന്നു. അപ്പം ഞാൻ ആ ബില്ലെല്ലാം നോക്കി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇത്രയേ ഉള്ളൂ എന്ന്. അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്കിൽ പോയിട്ട് ഈ ഒരു ക്ലിനിക്കിലേക്ക് ഞാൻ അയച്ചേക്കുന്ന പൈസയുടെ മാത്രം ഡീറ്റെയിൽസ് എടുത്തു. അപ്പോൾ ഇവർ തന്നക്കുന്ന ബില്ലും ഇതുമായിട്ടും അജഗജാന്തരം, അങ്ങനല്ലേ വാക്ക് പറയുന്നത്, നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. വീഡിയോസ് ബാക്കി ഞാൻ കേൾപ്പിക്കാം. ആ ഡോക്ടർ പറയുന്നുണ്ട് ഇവർ കൊടുത്തിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു. ഇന്നലെ കല്യാണി വന്ന് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. കൊടുത്തിട്ടുണ്ട്, കൊടുത്തിട്ടില്ല എന്നല്ല. പക്ഷേ കല്യാണിയൊക്കെ പേ ചെയ്തതിൻ്റെ പകുതി ബില്ല് മാത്രം, പകുതി എമൗണ്ടിൻ്റെ ബില്ല് മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ. അത് ആ പെൺകുട്ടി കാണിക്കുന്നുണ്ട്. നമ്മൾ അതും കൂടെ ചിന്തിക്കണമല്ലോ. ബാക്കി എവിടെ? പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്തു ബില്ലെല്ലാം ഇന്ന ഡേറ്റിൽ കൊടുത്തേക്കാമെന്ന്, എന്നിട്ടും കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട്? വൈ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ ഈ പെൺകുട്ടി മറ്റേ കൊളാബ് ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല, സീരിയസ്ലി എനിക്കറിയില്ല. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. കല്യാണിയാണെങ്കിലും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലാന്നേ പറയുള്ളൂ. അതിൻ്റെ തെളിവ് അവരുടെ കാണാൻ സാധ്യതയില്ല. ചിലപ്പോൾ നേരിട്ട് പോയിട്ടായിരിക്കും ചിലപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. തെളിവൊന്നും കാണാൻ സാധ്യത കാണുന്നില്ല. അറിയില്ല ഇനി പെൺകുട്ടി അത് ചോദിച്ചിട്ടുണ്ടോ, അത് ചോദിക്കാത്തതല്ല, അല്ലെങ്കിൽ അത് കിട്ടാത്തതിൻ്റെ പേരിൽ കിടന്ന് കളിക്കുന്ന കളിയാണോ എന്ന് പലരും സംശയം ചോദിച്ചാൽ, അവർ കാണിക്കുന്നത് പോലെ എന്തുകൊണ്ട് കൊടുത്ത എമൗണ്ടിൻ്റെ പകുതി മാത്രം ബില്ല് കൊടുക്കുന്നു, ബാക്കി എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ആ ഒരു ചോദ്യം കൂടെ ചോദിക്കേണ്ടത് നമ്മുടെ സൈഡിൽ നിന്ന്. എന്തൊക്കെ പറഞ്ഞാലും ഇവളുടെ ഈ ക്രീം പ്രൊമോഷനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. അത് വേറെ കാര്യം. നമുക്ക് ബാക്കി കേൾക്കാം കുറച്ചും കൂടെ. എന്തൊക്കെയാണെന്ന് വെച്ചാൽ സൈഡിൽ ഞാൻ പ്ലേ ചെയ്യാം. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ പറയാം. അതായത് 8 വർഷം, എൻ്റെ മോന് ഇപ്പോൾ 8 വയസ്സാണ്. അപ്പോൾ 8 വർഷം മുമ്പ് പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റിറോയിഡ് ക്രീം എന്നല്ല, ഒരുവിധമുള്ള സാധനങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് എനിക്ക് ഫേസിന് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ പാട് അവിടെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അതെനിക്ക് അവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് എന്തുകൊണ്ട് ഈ പാട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. എൻ്റെ അച്ഛനും ഇവിടെ നന്നായിട്ട് അത് പ്രായം കൂടും തോറും ആ ഡാർക്ക്നെസ്സിലെ ആ ഒരു കറുപ്പ് അത് ഞാൻ കൂടി വരികയാണ്. അത് അച്ഛനുണ്ട്, അച്ഛൻ്റെ പെങ്ങന്മാർക്കുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എനിക്ക് പറ്റിച്ചു, അതായത് എൻ്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഫസ്റ്റ് കൺസേൺ ആൻഡ് ദ സെക്കൻഡ് കൺസേൺ ഇസ് ആക്ച്വലി ബാക്കി കേൾപ്പിക്കാം. കല്യാണിക്കുട്ടി ഓക്കെ, മോള് പുതിയ വീഡിയോയിൽ പറയുന്നുണ്ട് അച്ഛൻ്റെയൊക്കെ ഫോട്ടോ കാണിച്ചിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു പാട് വന്നു, പണ്ട് തൊട്ടേ ഇങ്ങനെ ഞങ്ങൾക്ക് കുടുംബപരമായിട്ടുള്ളതാണെന്നൊക്കെ മോള് പറയുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ആ ഷോർട്സ്, അതാണ് ലാസ്റ്റ് ഇടയ്ക്ക് അതും കൂടി ഒന്ന് കയറ്റിയത്, ആ ഷോർട്സിൽ പക്ഷേ മോള് പറയുന്നത് ഒരു പാട് വന്നപ്പോൾ, ഈ അടുത്തായിട്ടൊരു പാട് വന്നപ്പോൾ എന്നുള്ള രീതിയിലാണല്ലോ അത് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഷോർട്സിൽ. അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ളതാണെന്ന് അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? ഇല്ല. ഒന്നുകൂടെ കേൾക്കണോ? നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ കേൾപ്പിച്ചു തരാം പ്രിയപ്പെട്ടവരെ. ഒന്നുകൂടെ നിങ്ങൾ കേട്ടോണേ, ആ ഭാഗം മാത്രം കേട്ടോ. അപ്പൊ ഇവർ തന്നക്കുന്ന ബില്ലും ഇതുമായിട്ടും അജഗജാന്തരം, അങ്ങനല്ലേ അതൊക്കെ പറയുന്നത്, നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരുവിധമുള്ള സാധനങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്തും എനിക്ക് ഫേസിന് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ പാട് അവിടെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അതെനിക്ക് അവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് എന്തുകൊണ്ട് ഈ പാട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. എൻ്റെ അച്ഛനും ഇവിടെ നന്നായിട്ട് അത് പ്രായം കൂടും തോറും ആ ഡാർക്ക്നെസ്സിലെ ആ ഒരു കറുപ്പ് അത് ഞാൻ കൂടി വരികയാണ്. അത് അച്ഛനുണ്ട്, അച്ഛൻ്റെ പെങ്ങന്മാർക്കുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എനിക്ക് പറ്റിച്ചു, അതായത് എൻ്റെ മുഖത്തൊരു പാട് വന്നപ്പോൾ നമ്മൾ എൻ്റെ മുഖത്തൊരു പാട് വന്നപ്പോൾ എന്നാണ് പറയുന്നത് അല്ലേ? അല്ലാതെ പണ്ട് തൊട്ടേ ഉള്ളൊരു സാധനമാണെന്ന് കുട്ടി അവിടെ പറയുന്നില്ല. പക്ഷെ ഫോട്ടോസിലൊക്കെ പണ്ട് തൊട്ടേ ഉള്ളതായിട്ട് ചിലപ്പോൾ തെറ്റിപ്പോയതായിരിക്കാം, അങ്ങനെ എടുക്കാം. ചിലപ്പോൾ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതായിരിക്കാം. കാരണം വിത്ത് പ്രൂഫാണ് അവൾ കാണിക്കുന്നത്. അവളുടെ അച്ഛൻ്റെ മുഖത്താ പാടുള്ളത്, അവക്കും പണ്ട് ആ ഒരു പാടുകളുള്ളത് കാണിക്കുന്നുണ്ട്. ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാണിക്കുന്നുണ്ട്. വിത്ത് പ്രൂഫാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും അത് കീറി മുറിക്കുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ചിലപ്പോൾ ഇത് പറയുമ്പോഴത്തേക്ക് ചില ആളുകൾ ചോദിച്ചുകൊണ്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെയും കാണിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്, രണ്ട് സൈഡും പറഞ്ഞത്. ഓക്കെ, നമുക്ക് ബാക്കി ഇനി കേട്ടാലോ. ഫസ്റ്റ് കൺസേൺ ആൻഡ് ദ സെക്കൻഡ് കൺസേൺ ഇസ് ആക്ച്വലി മൈ വേ ബൈ കല്യാണി, അതായത് ജീവ ലക്ഷ്മി അവിടെ വന്നേക്കുന്നത് പുള്ളിക്കാർത്തിയുടെ മുഖത്തൊരു പാടുണ്ട്. അതായത് ഈവൻ ഹർ ഫാദർ ഗോട്ട് ദ സെയിം മാർക്ക്. സോ അതിനു വേണ്ടിയിട്ടാണ് അവിടെ വന്നേക്കുന്നത്. ദ ഫസ്റ്റ് ടൈം ഷീ കെയിം ടു യുവർ ക്ലിനിക് ഫോർ ദാറ്റ് റീസൺ. ആ ഒരു ബർത്ത് മാർക്ക് മാറ്റാൻ വേണ്ടിയിട്ട്.
ബർത്ത് മാർക്ക് എങ്ങനെ മാറ്റാൻ പറ്റുക? അബ്സല്യൂട്ട്ലി റോങ്. ഞങ്ങളുടെ ക്ലിനിക്കിലെ ഫയലിൽ കൃത്യമായിട്ടുണ്ട് ആൾ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റിറോയിഡിന്റെ പേരും അത് എത്ര നാൾ ഉപയോഗിച്ചു എന്നുള്ളത്. ആൻഡ് വി ക്യാൻ സബ്മിറ്റ് ദാറ്റ് നോട്ട് ഓൺ യൂട്യൂബ്. യൂട്യൂബ് ഇസ് നോട്ട് എ ലീഗൽ പ്ലാറ്റ്ഫോം. വി ഹാവ് ദാറ്റ്. അത് ഹസ്ബൻഡ് അറിയാലോ. ഹസ്ബൻഡില്ലേ ഇത് ഞങ്ങൾ കാണിച്ചു കൊടുത്തപ്പോൾ ഹസ്ബൻഡ് അന്ന് പെട്ടെന്ന് വയസ്സിന് നോക്കിയിട്ട് അതിൽ സ്റ്റിറോയിഡ് ഉണ്ടായിരുന്നു ചോദിച്ചു. അപ്പോൾ ഈ സ്ഥലം ഇങ്ങനെ പതുക്കെ കാട്ടിയാലോ? പിന്നെ നമ്മൾ അതാണ് മെയിൻ കൺസേൺ. നിങ്ങൾ സ്റ്റിറോയിഡിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപയോഗിച്ച് പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഇതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് അവർ തെളിയിക്കണം. കാരണം ആ ഒരു ക്ലിനിക്കിൽ ഫുള്ള് ക്യാമറയാണ്. അവിടെ ഡോക്ടറുടെ ക്യാബിനകത്ത് പോലും ക്യാമറയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ക്ലിനിക്കിൽ ഞാൻ ചെന്ന് കൊളാബ് ചോദിച്ചതിന്റെ ഒരു പ്രൂഫ് അവർ കാണിക്കണം. ഇത്രയും വലിയൊരു അലിഗേഷൻ എന്റെ നേരെ വെക്കുമ്പോൾ അതിനെതിരെ ബാക്കി കേൾപ്പിക്കാമേ മോളെ. ഡോക്ടറിന്റെ റൂമിനകത്തൊക്കെ കൊണ്ടുവന്ന് വെക്കുവോ ക്യാമറ? ചുമ്മാ തള്ളല്ലേ, അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പുറത്തൊക്കെ കാണും ഡോക്ടറിന്റെ റൂമിനകത്ത്. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ, എന്ത് തരം ഹോസ്പിറ്റലാണെങ്കിലും ഡോക്ടറിന്റെ റൂമിനകത്ത് ഒരിക്കലും ക്യാമറ വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിടികിട്ടിയോ? നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ആ പറഞ്ഞത്? അതൊക്കെ നിർത്തുകട്ടെ. നീ ഓവറായിട്ടൊക്കെ തള്ളിക്കയറി പോകാതെ പണി പാളും. പിന്നെ അതെ നേരത്തെ ഒരു വോയിസ് കേട്ടല്ലോ, അതിനകത്ത് പറയുന്നത് ഇവൾ ആദ്യമേ അവിടെ ചെല്ലുന്നത് ഈ ബർത്ത് മാർക്കിനാണ്, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വേറെന്തോ പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ടേ. മൊത്തത്തിൽ അവിയല് വരുവാണല്ലോ. ബാക്കി കേൾക്കാം. പറയുന്നത് ഞാൻ 8 മാസം ചെന്നു എന്നാണ് കേട്ടോ. പക്ഷെ 8 മാസം അല്ല, നമ്മൾ ഒക്ടോബർ 9-നാണ് ചെന്നത്. പിന്നെ നമ്മൾ 6.25 മാസത്തോളം ചെന്നിട്ടുള്ളൂ. അപ്പൊ ആ സമയത്ത് വരെ ഞാൻ എന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്നവരോടോ ഞാൻ കൊളാബ് അങ്ങോട്ട് ആവശ്യപ്പെടാറില്ല. അപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞേക്കുന്നത് അഗൈൻ കൊളാബറേഷൻ. അതായത് നിങ്ങൾ CCTV ഫോട്ടേജ് കാണിച്ച് തെളിയിക്കണം. അതായത് കല്യാണി കൊലാബ് ചോദിച്ചിട്ടുണ്ടോ എന്നും പറഞ്ഞിട്ടാണ് കല്യാണി പറയുന്നത്. പുള്ളിക്കാരത്തി CCTV ഫോട്ടേജ് അതായത് കൊലാബറേഷൻ ചോദിച്ചിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. എന്നാ പിന്നെ എന്തെങ്കിലും ക്ലിനിക്കിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കണേ? അതുകൊണ്ട് പറയും മോശം പാടുണ്ടായിട്ടോ. The whole point ഞങ്ങൾ തമ്മിലുള്ള ഒരു എൻറ്റയർ റാപ്പ് തെറ്റി തുടങ്ങിയത് തന്നെ only because she's asked me to collab. Now ഞങ്ങൾ ചെയ്യുന്നത് ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ റൂമിൽ ആ കുട്ടി എന്താ പറയാ പ്രസിന്റെ എല്ലാ ക്ലയൻസും ചിലപ്പോൾ ബോഡിയിലൊക്കെ മാർക്ക് ഉണ്ടാവില്ലേ? ആ മാർക്കുകൾ കാണിക്കുന്ന സമയത്ത് CCTV ഇല്ല. കൺസൾട്ടേഷൻ റൂമിലും പ്രൊസീജിയർ റൂമിലും CCTV ഇല്ല. കോമൺ ഏരിയാസാണ് CCTV ഉള്ളത്. എന്റെ റൂമിൽ ഇരിക്കുന്നത് തന്നെ ഞങ്ങൾ കട്ട് ഓഫ് ചെയ്ത് വെച്ചേക്കാണ് CCTV. കാരണം ക്ലയൻസ് കാണിക്കുന്നത് റൂമിൽ. അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഹസ്ബൻഡ് മെറ്റാഗ്ലാസ് മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്റെ റൂമിൽ, എന്റെ കൺസൾട്ടേഷൻ റൂമിൽ വെച്ചിട്ടാണ്. റിലീസ് ദ ഫൂട്ടേജ്. അതിലുണ്ടായിരിക്കണം ആ കൊളാബറേഷന്റെ കാര്യം പറഞ്ഞത്. മെറ്റാഗ്ലാസിന്റെ കാര്യം പറഞ്ഞ ആ ഷൂട്ട് ചെയ്ത സമയത്ത് അവരുടെ ഫൂട്ടേജ് ഉണ്ടാവേണ്ടതാണത്. ഞങ്ങളുടെ ഫൂട്ടേജിൽ അപ്പൊ ഞാൻ എടുത്ത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കൊളാബ് സംഭവം ഇറ്റ് ഡസന്റ് വർക്ക് ഇൻ അവർ ബ്രാൻഡ് ലൈക്ക് ദാറ്റ്. ഈ ഫസ്റ്റ് ഈ കൊളാബ് ഇങ്ങനെ ചോദിച്ചു, പ്രൊസീജിയർ കൊളാബ് ചോദിക്കുന്നതിന് വളരെ മുമ്പേ തന്നെ അവരെന്തൊക്കെ ചോദിച്ചു, പ്രൊഡക്ട്സ് അയച്ചു കൊടുക്കുമോ മാസം അവരത് പ്രൊമോട്ട് ചെയ്യാന്ന്. വി ഡോണ്ട് വാണ്ട് എനിവൺ ടു പ്രൊമോട്ട് അവർ ബ്രാൻഡ്. അപ്പൊ അന്ന് ചോദിച്ചതിന് ശേഷം പിന്നീട് മാസങ്ങൾക്ക് ശേഷം എന്റെ അടുത്ത് വന്ന് ചോദിച്ച കാര്യമാണ് ഇങ്ങനെ വേറെ കാര്യക്കാരും ഒന്ന് ചോദിച്ചിട്ടുണ്ട്, അവിടെ നിങ്ങളത്ര റേറ്റ് ഇല്ല, അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കുന്നില്ല, ഒന്നിനും നിങ്ങൾ ഫ്രീ ആയിട്ട് തരും, അപ്പൊ ഞാൻ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് എല്ലാ ഡീറ്റെയിൽസ് പറഞ്ഞ് തരണം എന്ന് പറഞ്ഞത്. ഇനി വേറൊരു വർഷം കൂടെ പറയാം. അതിപ്പോ പറയുന്നത് കഷ്ടമാണ്. ഐ വിൽ നോട്ട് നെയിം ദ ഡോക്ടർ. അവർ പറഞ്ഞിരിക്കുന്ന ഡെർമറ്റോളജിസ്റ്റ് ട്രിവാൻഡ്രത്തുള്ള ആ ക്ലിനിക്കിൽ ഞങ്ങളൊരു എക്സ് സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ജീവലക്ഷ്മി അവിടെ പോയി സംസാരിച്ചതിന്റെ എവിഡൻസും എനിക്കുണ്ട്. ഇനി വേറെ വശം, അവർ ഉപയോഗിക്കുന്ന ഈ കൊറിയൻ ഗ്ലൂട്ടതൈൻ ആണ് ഇഞ്ചക്ഷൻ, ആൻഡ് ദാറ്റ് ഇസ് ഇല്ലീഗൽ. ജീവലക്ഷ്മി ഇത് സ്ഥിരം ഈ കേസ് വല്ലാതെ മോശമാക്കുകയാണെങ്കിൽ ഐ വിൽ ഹാവ് ടു പുട്ട് ഔട്ട് ദ ഡെർമറ്റോളജിസ്റ്റ് നെയിം. ദാറ്റ് ഇസ് ദ ട്രൂത്ത്. നമ്മുടെ നാട്ടിലെ എത്തിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ഞങ്ങളെ പോലത്തെ ആളുകളെയാണ് ഇത് ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. There are enough and more doctors, qualified dermatologists who does not follow ethical practices, and I will fight against it. അതേ പറഞ്ഞു, എനിക്ക് ആവശ്യത്തിനേറെ എവിഡൻസസ് ഉണ്ട്, and she knows that. അവർക്ക് പറ്റാവുന്ന ചെയ്യുന്നു. ബാക്കി കേൾക്കാം. കേട്ടല്ലോ നിങ്ങൾ ആ ഒരു ക്ലിനിക്കിൻ്റെ സൈഡിൽ നിന്ന് അവരവർ ഭയങ്കര ജെന്യുവിനായിട്ട് കാര്യങ്ങൾ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് നമുക്ക് തരംതിരിക്കാൻ പറ്റില്ല, സീരിയസ്ലി. കാരണം നമ്മളിത് ആരും ഞാനും നിങ്ങളും ഒന്നും അവരെല്ലാവരും പറയുന്ന സൈഡ് മാത്രമേ കേൾക്കുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണെന്ന് നമുക്ക് അറിയില്ല. അത് നമ്മളെ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ആർക്കും അറിയില്ലല്ലോ. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം, വിട്ട് കളയരുത്. പിടികിട്ടിയോ? ഈ ഒരു ക്ലിനിക്കിൻ്റെ സൈഡിൽ നിന്ന് അവർ പറയുമ്പോഴത്തേക്ക് അവരും ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ, ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ ഡോക്ടറിൻ്റെ അടുക്ക ക്യാമറ വെക്കുമോ? ഇല്ല, വെക്കില്ല. പക്ഷേ ഇവരുടെ ഈ ഭർത്താവ്, ഈ പെൺകുട്ടിയുടെ ഭർത്താവ് കല്യാണി അല്ലെങ്കിൽ ലക്ഷ്മി, അവരുടെ ഭർത്താവ് വരുമ്പോഴത്തേക്ക് ക്യാമറ ഗ്ലാസും വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ ഗ്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ അതിനകത്ത് റെക്കോർഡറാണ്. അവരത് റിലീസ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ റിലീസ് ചെയ്യാൻ പറയൂ, അല്ലെങ്കിൽ ഇവർ ചോദിക്കുന്ന ഒരു സാധനം അതിനകത്ത് കാണും എന്നാണ് അവർ പറയുന്നത്. അതെന്തായാലും ഇവർ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അതിപ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ റിലീസ് ആക്കിയാൽ തന്നെ
അവരത് റിലീസാക്കിയാൽ തന്നെ ഇങ്ങനെ അവർക്കെതിരായിട്ടുള്ള എന്തെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ അവരത് ഡിലീറ്റ് ചെയ്ത് കളയത്തേ ഉള്ളൂ. പിന്നെ ആ പെൺകുട്ടി പ്രൊഡക്ട്സ് ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, നമുക്കറിയില്ല. പിടികിട്ടിയോ? ഇവിടെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഇനിയുണ്ട് കുറേ ക്ലിപ്പുകൾ കേൾപ്പിക്കാൻ, പക്ഷേ എനിക്ക് വലിയ താല്പര്യമില്ല ഈ ഒരു സാധനത്തിനകത്ത് കിടന്നിങ്ങനെ കളിക്കാൻ. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കോടതിയിൽ പോയാലും ഇപ്പോൾ ജഡ്ജൊക്കെ നോക്കുമ്പോഴാണെങ്കിലും ശരി, ഇവർ പറയുന്നത് പോലെ ഈ ക്ലിനിക്ക് എഴുതി കൊടുത്ത ഡേറ്റിൽ കറക്റ്റ് ബില്ലുകൾ കാര്യങ്ങൾ മൊത്തത്തിൽ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മൊത്തത്തിൽ തള്ളിക്കളയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഈ പെൺകുട്ടിയുടെ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇവൾ ചെയ്യുന്ന അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാനത് ആ തുടക്കത്തിലേ പറഞ്ഞത്, ഈ കാശ് മേടിച്ചിട്ടുള്ള ഈ ക്രീമുകൾ അതിൻ്റെ പ്രൊമോഷനോട് താല്പര്യമില്ല. കാരണം അത് നമ്മളെ മാത്രമല്ല അഫക്റ്റ് ചെയ്യുന്നത്, ഒരുപാട് പേരെ അവരുടെ ശരീരത്തെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ഇവർ ഈ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നു, എല്ലാവർക്കും ഇത് ഒരേപോലെ എല്ലാവർക്കും ഒരേപോലെ പിടിക്കണമെന്നില്ലടോ. ഇപ്പോൾ ഗുളികളാണെങ്കിൽ പോലും നമ്മൾ ചില ആളുകൾ കഴിക്കുന്ന മരുന്നുകൾ ചിലപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ചില സെയിം അസുഖത്തിനായിരിക്കും, ചിലപ്പോൾ പിടിക്കണമെന്നില്ല. നമ്മൾ സ്കിന്നുമായി ബന്ധപ്പെട്ട് എന്താണെങ്കിലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് അവർ തരുന്നത് ഉപയോഗിക്കുക, അതാണ് പെർഫെക്റ്റ്. അതിന് പകരം ഈ ഒരു പരിപാടി ചെയ്യുന്നവരോട് ഞാൻ എന്തായാലും യോജിക്കില്ല. മനസ്സിലായില്ലേ? ഇതെൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.